അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ് അടുത്തതായി ചർച്ച ചെയ്യാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് മോട്ടിവേഷനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ചർച്ച. ഓർഗനൈസേഷണൽ ബിഹേവിയർ മോട്ടിവേഷൻ കൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. അതായത് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ പറഞ്ഞ ആളുകളും അവർ അവതരിപ്പിച്ച കൺസെപ്റ്റുകളും കാര്യങ്ങളും ആണ് പ്രധാനമായി ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് ചെയ്തിട്ട് ആ ഒരു ഗോളിനെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തെയാണ് മോട്ടിവേഷൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പല മേഖലകളിൽ ഇപ്പോൾ ബിസിനസ് മേഖലയിൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ടാവും. നമ്മളിവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു ഓർഗനൈസേഷന് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഗോള്. അപ്പോൾ അതിൽ ഓരോ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുകൾക്കും വ്യത്യസ്ത ഗോളുകൾ ഉണ്ടാകും. ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാസ്ലോ എന്ന ആളുടെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു തിയറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം മാസ്ലോ എന്നുള്ളതാണ്. അയാളുടെ ഒരു പിരമിഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അയാൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് പ്രധാനമായിട്ടും 5 ലെവൽ ഓഫ് നീഡ്സാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹ്യൂമണിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫുഡ് ആൻഡ് ഷെൽട്ടർ എന്നുള്ളത്. അത് ഏറ്റവും അടിസ്ഥാനം, ആ പിരമിഡിൻ്റെ ഏറ്റവും അടിത്തറയായിട്ട് അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത്, ഫുഡ് ആൻഡ് ഷെൽട്ടർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിഭാഗം. പിന്നെ അടുത്തതാണ് സേഫ്റ്റി. ഓരോ കാര്യത്തിൽ നമുക്കൊരു സേഫ്റ്റി ആവശ്യമാണ്, അതാണ് അടുത്തതിന് മേലെ ഉള്ളത്. പിന്നെ സോഷ്യൽ ബിലോങ്ങിങ്സ്, പിന്നെ എസ്റ്റീം, 4 പിന്നെ ഫൈനലി അവസാനം ഏറ്റവും ടോപ്പിൽ എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെ ഒരു പിരമിഡ് വരച്ചിട്ട് അതിൽ 5 തട്ടുകളാക്കിയിട്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തെ വിവരിക്കുന്നത്. ഫുഡ്, ഷെൽട്ടർ, പിന്നെ സേഫ്റ്റി, സോഷ്യൽ ബിലോങ്ങിങ്സ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പിരമിഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഇതിന് പ്രധാനമായിട്ടും അയാൾ ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതിനെ സാധൂകരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മളൊരു ഉദാഹരണം സഹിതം നമ്മൾ എന്ത് ചെയ്യും, അത് വിശദീകരിക്കാം. അപ്പോൾ അദ്ദേഹം ഓരോ പ്രധാനമായിട്ടും റിയൽ വേൾഡ് ആപ്ലിക്കേഷനായിട്ട് നമ്മൾ എങ്ങനെ ഇത് നിലവിൽ അതിനെ സാധൂകരിക്കാം എന്നുള്ള രൂപത്തിൽ ഉദാഹരണങ്ങളൊക്കെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡ് ആൻഡ് ഷെൽട്ടർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളൊരു സംഗതിയാണ്. അതാണ് ഏറ്റവും ബേസായിട്ട് ആ പിരമിഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സേഫ്റ്റി, ഇപ്പോൾ കോമ്പറ്റീഷൻ നടക്കുകയാണ് പല കമ്പനികളിലും ഏറ്റവും ബെസ്റ്റ് സാലറി കൊടുക്കാൻ അതിലുള്ള വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വർക്കേഴ്സിനെ അതിൽ റിക്രൂട്ട് ചെയ്യാൻ കഴിയും, അതൊരു സേഫ്റ്റിയാണ്. പിന്നെ അങ്ങനെ ഒരു സംഭവങ്ങളിൽ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു തിയറിയാണ് ഹെർസ്ബർഗിൻ്റെ, അയാൾ വിശദീകരിക്കുന്ന ഒരു തിയറി ഉണ്ട്, ഫ്രെഡറിക് ഹെർസ്ബർഗിൻ്റെ ഒരു 2 ഫാക്ടർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം ഇതിൽ പറയുന്നത് ഒരു സംഗതി ഓർഗനൈസേഷനിൽ അതിലുള്ള ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന അതുപോലെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അങ്ങനെ 2 രൂപത്തിലുള്ള ഫാക്ടറുകളുടെ എന്തുണ്ടാവും കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിക്കൊണ്ട് അയാൾ ജോലി ചെയ്യുന്നതും
ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് അയാൾ ജോലി ചെയ്യുന്നത് വ്യത്യാസമാണ്. അത് അയാളുടെ ഈ ഒരു ഓർഗനൈസേഷനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ അടുത്ത അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സാലറി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ആളുടെ സാലറി ഇൻക്രീസ് ചെയ്യുമ്പോൾ അയാൾ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ അടുത്തൊരു ആളാണ് മെക്ലെലാൻഡ് എന്നുള്ള ആൾ. അയാളുടെ ഡേവിഡ് മെക്ലെലാൻഡ്, അയാളുടെ തിയറി ഓഫ് നീഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. പ്രധാനമായിട്ടും അതിലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് വ്യത്യസ്ത രൂപത്തിലാണ് ഈ ആളുകളൊക്കെ അവതരിപ്പിച്ചത്. അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത പൊസിഷനിങ് ആയിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരുടെ സാലറി കൂടും. അപ്പോൾ ഇതൊക്കെ എന്താണ് തിയറി ഓഫ് നീഡ്സിൽ കീഴിൽ വരുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകൾ, ഇനി ഒരുപാട് തിയറികൾ വേറെയും വരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ഒരു ട്രഡീഷണൽ മോഡലായിട്ടുള്ള ആളുകൾ പറഞ്ഞ തിയറികളാണ്. പിന്നെ മോഡേൺ മോട്ടിവേഷൻ തിയറികളായിട്ട് പിന്നെ പറയാറുള്ളത് ഗോൾ സെറ്റിംഗ് തിയറിയാണ്. അതായത് ഈ ഗോള് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി കൂടുതൽ പരിശ്രമിക്കുക, അതൊന്നുകൂടി എന്ത് ചെയ്യും, നല്ല പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ഇത് കൊണ്ടുവന്നത് എഡ്വിൻ ലോക്ക് എന്നുള്ള ആളാണ്. അയാൾ ഒരു ഫോർമുല രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത്. അതായത് സ്പെസിഫിക് അതുപോലെ ഡിഫിക്കൽട്ട് ഗോൾസ് അതെന്ത് ചെയ്യുക, റെഗുലർ ഫീഡ്ബാക്കിനോട് പ്ലസ് ചെയ്യുക. അപ്പോൾ അതാണൊരു ഫോർമുല. അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യും, ഒരു പെർഫോമൻസ് കൂടുമെന്നുള്ളതാണ് അയാൾ ഈ ഒരു വർക്കിൻ്റെ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ചാപ്റ്ററിൽ അടുത്ത വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.